നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്യാമേ, ഞാനാണെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ജീവിക്കുന്നത്. നിനക്കെങ്കിലും സമാധാനമുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ മൃതെടുത്തി, എന്താ കാര്യം? അന്ന് ഐശ്വര്യ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നിനക്ക് ട്യൂഷൻ വെച്ചതിന്റെ ദേഷ്യമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞത് കള്ളമല്ലെന്ന്. ഈ വന്ദന മറ്റെന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാ വന്നിരിക്കുന്നെ. അമൃതെടുത്തി, ചില കാര്യങ്ങളിൽ എനിക്കും ടീച്ചറെ സംശയമായിരുന്നു. പക്ഷെ ടീച്ചർ ഒരു പാവാ. അഖിൽ സാറിനോട് കോളേജിൽ പഠിച്ചിരുന്നതാ. പഴയ കൂട്ടുകാരല്ലേ. ലോകത്ത് മറ്റാരെയും സ്വാധീനിക്കാം, പക്ഷെ അഖിൽ സാറിനെ സ്വാധീനിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെയൊക്കെ തന്നെയാ ഞാനും കരുതിയിരുന്നെ. ഒരു പെണ്ണിന് ലോകത്ത് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാം, പക്ഷെ എന്റെ ആദ്യേട്ടനെ സ്വാധീനിക്കാൻ പറ്റില്ല എന്ന്. അതിന് ആദ്യം ആര് സ്വാധീനിച്ചു? ഒക്കെ അമൃതെടുത്തിട്ട് തോന്നല. ഇനി ഞാനങ്ങോട്ട് ചെന്ന് ആ രംഗം ഒന്ന് കൊഴിപ്പിക്കാം. ആ അമൃത എന്നെ തല്ലോന്ന പേടി. തല്ലിയില്ലെങ്കിൽ തല്ലിക്കണം, എന്നാലേ രംഗം കൊഴുക്കൂ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഒക്കെ അനുഭവിച്ചോ. എടി മണ്ടി, താലി ദിവ്യമാണ്, താലി കെട്ടുന്ന ആള് ദൈവമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന എന്നെയും നിന്നെയും പോലുള്ള പെണ്ണുങ്ങളാ ഈ ലോകത്ത് കണ്ണീര് കുടിക്കുന്നെ. ഇത് ഞാൻ വായിച്ചറിഞ്ഞതല്ല ശ്യാമേ, ആരും പറഞ്ഞു കേട്ടതുമല്ല. അനുഭവിച്ചറിഞ്ഞതാ, അനുഭവിച്ചറിഞ്ഞത്. എടുത്തി വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. എന്താ മതി. എന്താ ഒരു തർക്കം പോലെ? അതെ, തർക്കം പോലെയല്ല, തർക്കം തന്നെയാ. ഇവളുടെ ജീവിതം ഒരാൾ ഇല്ലാതാക്കാൻ നോക്കുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തതാ. ഇല്ല, ഒന്നുമില്ല ടീച്ചറെ. അമൃതെടുത്തി, വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? ശ്യാമേ, നിനക്ക് എന്നെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള വെപ്രാളാണെന്ന് എനിക്കറിയാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറയും. ഇതിപ്പോ നീ കൊണ്ടാലും അറിയുന്നില്ല. ആരെ കൊള്ളിച്ചാണല്ലോ പറയുന്നത്? ആരെയും അല്ല, ഇയാളെ തന്നെയാ. ഒന്നുമില്ല ടീച്ചറെ, ഞാൻ പഠിക്കാൻ വരുവാ. ടീച്ചർ അങ്ങോട്ടേക്ക് ചെല്ലേ. അങ്ങനെയല്ല, അതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ടീച്ചറെ, എനിക്കറിയണം എന്നെ കുറിച്ച് എന്താ ഉദ്ദേശിച്ചതെന്ന്. മുദ്രപത്രം വാങ്ങി വന്നാ മതി. ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയണം പോലും. ശ്യാമേ, നിന്റെ കാര്യം പോക്കാം. അങ്ങനെ അങ്ങ് പോയാലോ? കൈന്ന് വിട്. ടീച്ചറെ പ്ലീസ്, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അമൃതെടുത്തി, വേണ്ട. എന്റെ ക്യാരക്ടറിനെ അവഹേളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. കൂടി നിക്കൻ വേണ്ട ടീച്ചറെ. കൈന്ന് വിടറി. ഉദ്ദേശത്തിൽ അത് പറഞ്ഞെന്ന് എനിക്ക് അറിയണം. എനിക്കത് അറിയണം. വിട് ഐശ്വര്യ, പറഞ്ഞിട്ട് പോയാ മതി. എന്താ ഉദ്ദേശിച്ചത്? എന്താ ഇത്? എന്താ കാര്യം? നീ ഇവളോട് തന്നെ ചോദിക്കും, ഇവള് പറഞ്ഞു തരും. എന്റെ പൊന്നമൃതേർത്തി, ഞാൻ ജീവിച്ചു പൊയ്ക്കോട്ടെ. ഞാൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ആസ്ഥാന അഹങ്കാരിയാണല്ലോ. എന്തേലുണ്ടെങ്കിൽ അമൃതേർത്തിയോട് പറഞ്ഞോളാം. അതിനപ്പുറം നമുക്ക് വയ്യേ. പിടിച്ചാമേ. തന്റെ ഏട്ടത്തിമാര് രണ്ടുപേരും ബെസ്റ്റ് പാർട്ടികളാണല്ലോ. എങ്ങനെ സഹിക്കുന്നടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.